Hi everyone, welcome to another session from Quantitative Aptitude. In the profit loss and discount previous year questions are discussed. So we'll start with the first problem. Okay, so question I'll give you 1.5 minutes, half minute for reading the question and 1 minute for trying to attempt the question, and your time starts now. So JIPMAT 2021 ചോദിച്ചിരിക്കുന്ന question ആണിത്. I'll just I think I've given you 1 minute and I'll just walk you through the question again. See, question എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. So A puts in rupees 12,000. B is a sleeping partner. So investment is equal to rupees 12,000. Rupees 20,000, and A received 10% of the profit for managing. So operations A is getting 10% of profit. So operations B gets nothing because he is a sleeping partner. So there is a total profit received now. We just have to split. ഇത്രയാണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് അല്ലേ. സോ ഐ തിങ്ക് വി ആർ പ്രെറ്റി പാസ് ദ ഡ്യൂ ടൈം. സോ ഓൾറെഡി നിങ്ങളുടെ ടൈം കഴിഞ്ഞിരിക്കുന്നു. സോ ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ. സോ ഞാനിവിടെ ഓൾറെഡി ഡീറ്റെയിൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. എയും ബിയും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. A invested 12,000 and B invested 20,000. ഓപ്പറേഷണൽ എക്സ്പെൻസ് ആയിട്ട്, അതായത് ഓപ്പറേഷണൽ ഒരു ഇൻകം ആയിട്ട് എക്ക് അഡീഷണലി 10% ഓഫ് പ്രോഫിറ്റ് അഗ്രിമെന്റ് പ്രകാരം എക്ക് ലഭിക്കുന്നുണ്ട്. ബട്ട് ബി ഡസ് നോട്ട് ഗെറ്റ് എനിത്തിങ് ഫോർ ഓപ്പറേഷൻസ് ബിക്കോസ് ഹീസ് നോട്ട് മാനേജിങ്. ഹീസ് ജസ്റ്റ് എ സ്ലീപ്പിംഗ് പാർട്ണർ. സ്ലീപ്പിംഗ് പാർട്ണർ എന്ന് പറഞ്ഞാൽ അയാൾ ജസ്റ്റ് പൈസ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അയാൾ യാതൊരു ഓപ്പറേഷൻസിലും ആക്റ്റീവ് ആയിരിക്കില്ല. സോ at the end of the year, whatever it is, like maybe at the end of the month or end of the year, they get a total profit of rupees 9,600. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ മണി ദാറ്റ് വിൽ ബി റിസീവ്ഡ് ബൈ എ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം എ വിൽ ഹാവ് ടു സോഴ്സസ്. ഒന്ന് പ്രോഫിറ്റിൻ്റെ ഷെയറും അതോടുകൂടെ ഹീ ഈസ് ഓൾസോ ഗോയിങ് ടു ഗെറ്റ് ദ ഓപ്പറേഷണൽ എമൗണ്ട് വിച്ച് ഫോർ മാനേജിങ് ദ ബിസിനസ്. അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. സോ 10% ഓഫ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 10% ഓഫ് 9,600 is equal to rupees 960. What is the ratio എന്ന് നമുക്ക് നോക്കാം. സോ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എത്രയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ is equal to rupees 12,000 by rupees 20,000 അല്ലേ. സോ ദിസ് is equal to 3/5. 3/5 ആണ്. 3:5 ആണ് A/Bയുടെ റേഷ്യോ. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് A/B. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ റിമൂവിങ് ദിസ് 960 ഫ്രം 9,600, ബിക്കോസ് 960 എന്താണ് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ ബിസിനസ് ആണ്, വിച്ച് ഈസ് ഗിവൺ ടു എ. ഇപ്പം 9,600 മൈനസ് 960, ഇതിൻ്റെ ബാക്കി വരുന്ന എമൗണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്, വിച്ച് ഈസ് ഈക്വൽ ടു 8,640. ഈ എമൗണ്ട് ദിസ് വുഡ് ബി ഡിവൈഡഡ് ഇൻ ദ പ്രൊപ്പോർഷൻ 3:5 ബിറ്റ്വീൻ എ ആൻഡ് ബി. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ എത്രയാണെന്ന് നോക്കാം നമുക്ക്. സോ എ ഈസ് ഗോയിങ് ടു ഗെറ്റ് 3x/5 അല്ലേ. Sorry, 3/8 of 8,640. This is going to be 81. So this is 1080 alle. So this is going to be 1080. So 3 into 1080 equal to rupees 3240. So A is going to get 3/8 of the entire sum. എങ്ങനെയാണ് ഈ 3/8 വന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ. 3:5 ആണ് റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് A/B. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ബിസിനസ് ഓപ്പറേഷണൽ എക്സ്പെൻസസ് അത് കഴിഞ്ഞ വാല്യൂ എത്രയാണ്? ആ കഴിഞ്ഞ വാല്യൂ ആണ് 8,640 rupees 8,640. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് സെയിം ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ ആയിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എത്രയാണ്? 3:5. അതായത് 8 കഷ്ണം ഉണ്ടെങ്കിൽ അതിൽ 3 കഷ്ണം എക്കും 5 കഷ്ണം ബിക്കും ആണ് കിട്ടുക. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് 3/8 ഇൻറ്റു നമ്മളെ പ്രോഫിറ്റ് എത്രയാണ്? 8,640. അത് എക്ക് കൊടുക്കണം. അപ്പം rupees 3240 ആണത്. പ്ലസ് എന്താണ്? rupees
960. This is equal to how much? So this is equal to rupees 4200. So your option is option C. Rupees 4200 ആണ് total amount received by A. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ജിപ്മാറ്റ് 2021 ചോദിച്ചിരിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഐ ജസ്റ്റ് ടേക്ക് എ ബ്രീഫ് ടു ഇൻട്രൊഡ്യൂസ് ദ പ്രോബ്ലം. അശോക് ഹാവ് സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് എ സർട്ടൻ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ദർ ആർ ടു പേഴ്സൺസ്, അശോക് ആൻഡ് ഭരത്. സോ അശോക് ഉണ്ട്, ഭരത് ഉണ്ട്. Ashok started a business with a certain investment. After a few months, Bharat joined him, investing half amount of Ashok's initial investment. So let us assume Ashok have invested X, അങ്ങനെയാണെങ്കിൽ, or let us assume Ashok have invested 2X, അങ്ങനെയാണെങ്കിൽ Bharat have assumed X, അല്ലേ? Simple അല്ലേ? Either you can assume Ashok has invested X and Bharat has invested X by 2. നമ്മൾ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അശോക് 2Xും Bharat Xും ഇൻവെസ്റ്റ് ചെയ്തെന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു, ആസ് പെർ ദ ഡേറ്റ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. At the end of the first year, the total profit was divided between them in the ratio of 3:1. Bharat joined Ashok after എത്ര മാസമാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. So I'll give you 1 minute. Your time starts now. And your time ends now. So I'll explain the problem. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2x is investment by Ashok and x is investment by Bharat. But ഇവിടെ ഒരു ക്രൈറ്റീരിയ എന്താണ് പറഞ്ഞിട്ടുള്ളത്? At the end of first year, the total profit was divided. So 12 മാസമാണ് അശോക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? 12, for he has invested this amount 2x rupees, say rupees 2x and rupees x for 12 months. But Bharat has not invested for the same period. Bharatinte investment period less ആണ്. അത് എത്രയാണ്? After a few months എന്ന് മാത്രമേ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ. We don't know how many months. So let us assume that as n. Let it be n months. ഓക്കെ, അപ്പോൾ നമ്മളെ നേരത്തെ പ്രോബ്ലത്തിൽ എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ പ്രോഫിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതേ കൺസെപ്റ്റിൽ ഇവിടെയും വി വുഡ് ബി ഡിവൈഡിങ് ദ പ്രോഫിറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോർഷൻ. ബട്ട് ഇവിടെ നമുക്ക് അഡീഷണലി ഒരു ക്രൈറ്റീരിയ കൂടെ ഉണ്ട്. കാരണം ഇവിടെ രണ്ടുപേരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് സെയിം അല്ല. അങ്ങനെ വരുമ്പോൾ വിൽ ഓൾസോ ഹാവ് ടു കൺസിഡർ ദാറ്റ് ഡ്യൂറേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു കൺസിഡറേഷൻ. സോ അതും കൂടെ കൺസിഡർ ചെയ്യുമ്പം വി ഹാവ് ടു കൺസിഡർ ബോത്ത്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 2x into 12 should be equivalent to n into x. No, this should not be equivalent. Like n into x ആയിരിക്കും ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ. സോ നമുക്കറിയാം എന്താ, ഇവർ പ്രോഫിറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന റേഷ്യോ ഈസ് 3:1 ബിറ്റ്വീൻ അശോക് ആൻഡ് ഭരത്. അങ്ങനെയാണെങ്കിൽ 2x by 12 the whole divided by n into x should be equivalent to 3:1, and this can be written as equal to 3 by 1, 2x into 12 by nx, or this is 4, this is 1, or n can be equal to 8 months. So number of months എത്രയാണ്? n is equal to 8 months. n months എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് ആണ്. സോ ഭരത് ഹാസ് ഇൻവെസ്റ്റഡ് ഫോർ 8 months. ഭരത് ഇൻവെസ്റ്റ് ചെയ്തത് 8 മാസത്തേക്കാണ്. അങ്ങനെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഭരത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് അല്ല. ഭരത് ജോയിൻഡ് അശോക് ആഫ്റ്റർ ഹൗ മെനി മന്ത്സ് എന്നാണ്. അപ്പം ഭരത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് ഈസ് ഈക്വൽ ടു 8 months ആണെങ്കിൽ ഭരത് ഹാസ് ജോയിൻഡ് 12 - 8 ഈസ് ഈക്വൽ ടു 4 months, അല്ലേ? അശോക് ഇൻവെസ്റ്റ് ചെയ്യുന്നിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് ഭരത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നത്, അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു യുവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, 4 months. സോ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? നമ്മൾ അശോകിൻ്റെയും ഭരത്തിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡും കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ റേഷ്യോ എടുക്കുന്നു. അത് വിൽ ബി ഈക്വലൻ ടു യുവർ പ്രോഫിറ്റ് റേഷ്യോ. ബിക്കോസ് എന്താണോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷൻ,
അതിൻ്റെ റേഷ്യോ രണ്ടുപേരുടെയും ഷുഡ് ബി ഈക്വൽ ടു ദ റേഷ്യോ ഇൻ വിച്ച് യു ഡിവൈഡ് ദ പ്രോഫിറ്റ് ബിറ്റ്വീൻ ദീസ് ടു പേഴ്സൺസ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വി ഹാവ് അസ്യൂംഡ് n എന്താണ്, n മന്ത്സ് എന്താണ്, ഭരത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് ആണ്. അപ്പോൾ n ഈക്വൽ ടു 8 മന്ത്സ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ 8 മന്ത്സ് ഉണ്ടെങ്കിൽ ചാടി കയറി നമ്മൾ ഓപ്ഷൻ 8 മന്ത്സ് സെലക്ട് ചെയ്യരുത്. ക്വസ്റ്റ്യൻസ് കെയർഫുൾ ആയിട്ട് വായിക്കുക. ഭരത് ജോയിൻഡ് അശോക് ആഫ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. So that is equal to 12 minus 8 which is equal to 4 months. 4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഭരത് അശോകിൻ്റെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ജോയിൻ ചെയ്യുന്നത്. സോ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ ദിസ് വാസ് ആസ്ക്ഡ് ഇൻ IPMAT 2020. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, എ ഷോപ്കീപ്പർ reduces the price of a pen by 25% as a result of which the sales quantity increased by 20%. സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ലോജിക് അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യാന്നേ ഉള്ളൂ. Your time ends now. So let's try to solve this problem by converting the statement given into mathematical equations or writing down the details. അതായിരിക്കണം നമ്മുടെ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നുള്ള അപ്രോച്ച്. സോ എ ഷോപ്കീപ്പർ ഉണ്ടോ, ഹി റെഡ്യൂസസ് ദ പ്രൈസ് ഓഫ് എ പെൻ ബൈ 25%. സോ ഇനീഷ്യലി ദ പ്രൈസ് P ആയിരുന്നു, റൈറ്റ്? സോ ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ദ സെയിൽസ് ക്വാണ്ടിറ്റീസ് ഡിക്രീസ്. സോ P ഉള്ളത് എത്രയായി? P ബിക്കംസ് റെഡ്യൂസസ് ദ പ്രൈസ് ഓഫ് പെൻ അല്ലേ, അപ്പം P ബിക്കംസ് 0.75 P because 25% decrease ആണ്. So P becomes 0.75 P. Initial, after or before, after, whatever it is. So Q, let sales quantity be Q. Q because of this 25% increases by 20%. സ്വാഭാവികമായിട്ടും പെന്നിൻ്റെ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ എന്താ, കൂടുതൽ ആളുകൾ വാങ്ങും. സോ quantity increased by how much? Quantity increased by 20%, which is equivalent to 1.2 times your initial P. അല്ലേ, സോറി, 1.2 times Q. ഇനീഷ്യൽ ക്യൂവിനെക്കാട്ടിലും 1.2 ടൈംസ് എന്ത് സെയിൽസ് കൂടി, അതായത് അത്രയും ക്വാണ്ടിറ്റി വിൽക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 1.2 Q. നോ ക്വസ്റ്റ്യൻ എന്താണെന്ന്, ഇഫ് ദ റവന്യൂ മെയ്ഡ് ബൈ ദ ഷോപ്പ് കീപ്പർ ഡിക്രീസസ് ബൈ X%. ഇങ്ങനെ ചെയ്തപ്പം ഓവറോൾ റവന്യൂ ഡിക്രീസ് ആണ് ചെയ്യപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ റവന്യൂ എന്താണ്? റവന്യൂ ഈസ് ഓൾവേസ് ഈക്വൽ ടു എത്ര എണ്ണം വിട്ടു, നമ്മൾ റേറ്റ് ഓഫ് വൺ ഐറ്റം മൾട്ടിപ്ലൈഡ് വിത്ത് ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഐറ്റംസ്, റൈറ്റ്? അപ്പോൾ റേറ്റ് എത്രയാണ് നമ്മൾ അസ്യൂം ചെയ്തത്? P ആണ്. ആൻഡ് P മൾട്ടിപ്ലൈഡ് വിത്ത് Q വിൽ ബി യുവർ റവന്യൂ. സോ റവന്യൂ ഇനീഷ്യലി 6 ആയിരുന്നത്, ഈ ഒരു ചേഞ്ച് വരുത്തിയതിന് ശേഷം എന്തായി എന്നുള്ളത് നോക്കാൻ വേണ്ടി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. വി മൾട്ടിപ്ലൈ ദിസ് വിത്ത് ദിസ് ബിക്കോസ് ഇതാണ് നമ്മുടെ പുതിയ പ്രൈസ് ഓഫ് പെൻ ആൻഡ് ദിസ് ഇസ് ദ ന്യൂ number of sale quantity. So this is equal to 0.75 into 1.2 into PQ. PQ എന്താണ്? your initial revenue R അല്ലേ? this is your new revenue. okay, so this is equal to 0.75 into 1.2, അതായത് 75% of 1.2 is equal to 0.1 അല്ലേ? yes, so of your initial revenue R dash or new revenue, അതായത് 0.1 എന്ന് പറഞ്ഞാൽ is equal to 10/100 അല്ലേ? യെസ്, സോ 10/100 of R. this is equal to 10% of R. so your X is equal to 10%. സോ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. IPMAT 2019 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ 10% ഈസ് ദ ഓവറോൾ ഡിക്രീസ് ഇൻ റവന്യൂ. സോ നമ്മൾ സോൾവ് ചെയ്ത അപ്രോച്ച് ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ പ്രൈസിനെ P ആയിട്ട് അസ്യൂം ചെയ്തു, പുതിയ പ്രൈസ് കണ്ടുപിടിച്ചു ആഫ്റ്റർ റെഡ്യൂസിങ് ദ പ്രൈസ് ഓഫ് ഈച്ച് പെൻ ബൈ 25%, വിച്ച് ഈസ് 0.75 P. അതേപോലെ Q, നമ്പർ ഓഫ് സെയിൽ ക്വാണ്ടിറ്റി വിൽ ഇൻക്രീസ് ഒബ്വിയസ്ലി വെൻ ദ പ്രൈസ് ഇസ് റെഡ്യൂസ്ഡ്, 1.2 Q ആയി. എന്നിട്ട് നമ്മൾ പുതിയ റവന്യൂ കണ്ടുപിടിച്ചു,
എന്നിട്ട് അതിലേക്ക് ഓൾഡ് റവന്യൂയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എത്ര പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് ഉണ്ടായതെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 10% ഓഫ് യുവർ ഇനീഷ്യൽ റവന്യൂ. സോ ദിസ് ഈസ് ഹൗ യു സോൾവ് ദിസ് പ്രോബ്ലം. I hope the concept is clear to you. Let's then move on to the next problem. One trader calculates the percentage of profit on the buying price and another calculates on the selling price. Okay, നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്തതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഓൾവേസ് കമ്പ്യൂട്ടഡ് ഓൺ ദ കോസ്റ്റ് പ്രൈസ് ഓർ ബൈയിങ് പ്രൈസ്. ബട്ട് ഈ ഒരു കേസിൽ ഒരു ട്രേഡർ കാൽക്കുലേറ്റ്സ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ബൈയിങ് പ്രൈസ് ആൻഡ് അനദർ ഒരു ഡിഫറെൻറ്റ് ട്രേഡർ കാൽക്കുലേറ്റ്സ് ഓൺ ദ സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ വെൻ ദെയർ സെല്ലിംഗ് പ്രൈസ് ആർ സെയിം, then the difference of their actual profit is ₹85 and both claim to have made 20% profit. What is the selling price for each? രണ്ടുപേരും സെയിം പ്രോഫിറ്റ് ക്ലെയിം ചെയ്യാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ദെയർ വേ ഓഫ് കമ്പ്യൂട്ടിങ് ദിസ് തിങ് ഈസ് ഡിഫറെൻറ്റ്. ഒരാൾ കോസ്റ്റ് പ്രൈസിൻ്റെ റെസ്പെക്റ്റിലാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് റിപ്പോർട്ട് ചെയ്യുന്നത്, മറ്റേ ആൾ വിത്ത് റെസ്പെക്ട് ടു സെല്ലിംഗ് പ്രൈസ് ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ our objective is to find the selling price for each. അത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. IPMAT 2020 ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. I'll give you 1 minute and your time starts now. Okay, your time ends now. Let's try to solve this problem. So question എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം നമുക്ക്. There are two traders, one trader. Trader 1 ഉണ്ട്. You have trader 1 and you have trader 2. So there is cost price and there is selling price. Sorry, cost price. There is selling price 1, selling price 2. There is profit 1, there is profit 2. And given P2, given P2 minus P1 is equal to 20%. അല്ലേ? Sorry, P2 minus P1 അല്ല. P1 is equal to 20% and P2 is equal to 20% with respect to cost price and with respect to selling price 2. Cost price 1 and selling price 2, right? Yeah. So P2 minus P1 20% അല്ല. P2 minus P1 is equal to ₹85, which is the actual profit. അല്ലേ? Then the difference of their actual profit is ₹85. It can be either way, P1 minus P2. നമുക്കറിയില്ല which one makes the most profit. So let's write down this. P2 minus P1 equal to ₹85. ഇത്രയും ഡേറ്റ് ആണ് നമുക്ക് തന്നിട്ടില്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. So what can we do? How do we approach this problem? We assume the cost price for trader 1 or trader 1 CP1 is equal to ₹100. അങ്ങനെയാണെങ്കിൽ we have a profit of 20%. What is the selling price? Selling price is equal to ₹100 into 1.2 because he makes a profit of 1.2 അല്ലേ? വിത്ത് റെസ്പെക്ട് ടു കോസ്റ്റ് പ്രൈസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 1.2 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മുടെ കോസ്റ്റ് പ്രൈസിനോടെയാണ് ഇത്. ദിസ് ഇസ് യുവർ കോസ്റ്റ് പ്രൈസ്. സോ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 1.2 ഈസ് ഈക്വൽ ടു യുവർ സെല്ലിംഗ് പ്രൈസ്. ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വി ആർ ഓൺലി മൾട്ടിപ്ലൈയിങ് 1.2 വിത്ത് 100 ബിക്കോസ് നമ്മൾ ഇവിടെ ബിക്കോസ് ദ ഫസ്റ്റ് ട്രേഡർ കാൽക്കുലേറ്റ്സ് പ്രോഫിറ്റ് വിത്ത് റെസ്പെക്ട് ടു യുവർ കോസ്റ്റ് പ്രൈസ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കോസ്റ്റ് പ്രൈസിനോട് 1.2 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ₹100 ഇൻറ്റു 1.2 ഈസ് ഈക്വൽ ടു എത്രയാണ്? ₹120. കൺസെപ്റ്റ് സിമ്പിളാണ്. അതായത് 100 രൂപയുടെ സാധനം അയാൾ 120 രൂപയ്ക്ക് വിറ്റപ്പം അയാൾക്ക് 20 രൂപയുടെ പ്രോഫിറ്റ് കിട്ടി, വിച്ച് ഈസ് നത്തിങ് ബട്ട് 20/100 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 20% പ്രോഫിറ്റ്. നമ്മൾ അസംഷൻസ് കറക്റ്റ് ആണ്. നൗ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 ഈസ് ₹120. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ സെല്ലിംഗ് പ്രൈസ് ഫോർ ദ സെക്കൻഡ് ട്രേഡർ? ഫ്രം ദ ഡേറ്റ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ നമുക്ക് എന്തറിയാം? വെൻ ദെയർ സെല്ലിംഗ് പ്രൈസസ് ആർ സെയിം, because this is given in the question, your SP1 is equal to SP2. So SP2 is also equal to എന്താണ്? ₹120 ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റിവേഴ്സ് മെത്തഡോളജിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ക്യാൻ ബി ഫൈൻഡിങ് ഔട്ട് യുവർ CP1. എങ്ങനെ കണ്ടുപിടിക്കാം? വി നോ
SP1 we know the profit percentage with respect to selling price because second trader assumes profit with respect to selling price. So SP2 rupees 120 ആണെങ്കിൽ നമ്മുടെ profit percentage P2 again 20% ആണ്, but with respect to SP2 ആണ്. So profit percentage ന്റെ ഫോർമുല എന്താണ്? Profit percentage is equal to selling price minus cost price the whole divided by selling price. It can be either way. Cost profit ആകുമ്പം selling price should be more than CP. അതുകൊണ്ട് നമ്മൾ SP minus CP by CP SP എന്ന് എഴുതി. So this is SP2, CP2 and SP2. Profit percentage is equal to, this is equal to 20. So into 100, okay, equal to 20. So this is equal to SP2 is rupees 120. 120 minus CP2 by 120 into 100 equal to 20. നമ്മൾ divided by SP2 എന്താണ് ഇവിടെ എടുക്കാൻ കാരണം? Because the second trader assumes profit percentage with respect to selling price ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് എപ്പോഴും നമ്മൾ സെല്ലിംഗ് പ്രോഫിറ്റ് പെർസെൻറ്റേജോ ലോസ് പെർസെൻറ്റേജോ റിപ്പോർട്ട് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു കോസ്റ്റ് പ്രൈസ് ആണ്. ബിക്കോസ് കോസ്റ്റ് പ്രൈസ് വിൽ ഓൾവേസ് കം ഇൻ ദ ഡിനോമിനേറ്റർ. ബട്ട് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ സെക്കൻഡ് ട്രേഡർ അസംഷൻ എന്താണ്? ഹി കൺസിഡർ ദ പ്രോഫിറ്റ് വിത്ത് റെസ്പെക്ട് ടു ഹിസ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ലെറ്റ് us see. So 120, so this is equal to 120 minus CP2. So this is 1, sorry, this is 5, this is 6, this is 1, this is 4. This simplify ചെയ്യുമ്പോൾ 120 minus CP2 is equal to 24 എന്ന് കിട്ടും. Or CP2 equal to rupees 120 minus rupees 24 which is equal to rupees 96 എന്ന് കിട്ടും. ഓക്കെ, സോ കോസ്റ്റ് പ്രൈസ് ഫോർ ദ സെക്കൻഡ് ട്രേഡർ ഈസ് rupees 96 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റനിൽ ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് ഫോർ ഈച്ച് എന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ സോ വി ഗോട്ട് ദ SCP2. ബട്ട് ഇവിടെ നമ്മൾ ഒരു കാര്യം മറന്നിട്ടുണ്ട്. വി അസ്യൂം ദ വാല്യൂ ആസ് rupees 100. സോ ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയാണ്? വി നോ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റും നമുക്ക് തന്നിട്ടുണ്ട് rupees 85 ആണെന്ന് രണ്ടുപേരുടെയും. സോ ഈ ഒരു കേസിൽ കോസ്റ്റ് പ്രൈസ് rupees 96 ആവുമ്പം നമ്മുടെ പ്രോഫിറ്റ് ഫോർ ട്രേഡർ 2 എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് വിച്ച് ഈസ് ഈക്വൽ ടു 120 മൈനസ് 96 വിച്ച് ഈസ് ഈക്വൽ ടു rupees 24 അല്ലേ? rupees 24 ആണ് ഇയാളുടെ പ്രോഫിറ്റ്. ഇനി അതേപോലെ പ്രോഫിറ്റ് ഫോർ ട്രേഡർ 1 is equal to SP1 minus CP1 which is equal to, നമ്മൾ assume ചെയ്തത് CP1 is 100, SP1 is equal to rupees 120. So 120 minus 100 which is equal to rupees 4. So P2 minus P1 is equal to rupees 24 minus, അതായത് profit for trader 2 എന്താണ്? P2. This is P1. So this is equal to rupees 24 minus rupees 20. This is equal to rupees 4. So നമ്മൾ 100 രൂപ കോസ്റ്റ് പ്രൈസ് ആയിട്ട് അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ് കിട്ടിയത് 4 രൂപയാണ്. ബട്ട് വി നോ വാട്ട്, നമുക്ക് എന്തറിയാം? ആസ് പെർ ക്വസ്റ്റ്യൻ P2 minus P1 equal to rupees 85. So നമ്മൾ അസ്യൂം ചെയ്ത കോസ്റ്റ് പ്രൈസ് ഓഫ് 100, നമുക്ക് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് 120ക്ക് when the selling price is equal to 120, your profit difference delta P is equal to rupees 4. ഓക്കെ, ഇതിനെയാണ് ഞാൻ ഡെൽറ്റ പി എന്ന് പറഞ്ഞത്. ഡിഫറൻസിനെ ഡെൽറ്റ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു rupees 4. അങ്ങനെയാണെങ്കിൽ rupees 1ന് സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? സോറി, വെൻ ഡെൽറ്റ P equal to 1, your selling price is going to be 120 by 4 അല്ലേ, which is equal to 30. When delta P is equal to 85, your selling price is going to be 30 into 85. So this is equal to 85, 192, this is okay 2550 അല്ലേ, 190 plus 2550, yes. So our answer is option. So I think ഞാൻ എഴുതിയത് കുറച്ച് ഇങ്ങോട്ടായി പോയിട്ടുണ്ട്. I'll just move and let you show. സി, നമ്മളിവിടെ എന്താണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്? നമ്മൾ അസ്യൂം ചെയ്ത കോസ്റ്റ് പ്രൈസ് 100 ആയിരുന്നു. നമ്മളോട് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സെല്ലിംഗ് പ്രൈസ് 128 ഇവിടെ എടുത്തിരിക്കുന്നത്. കോസ്റ്റ് പ്രൈസ് 100 എടുത്തപ്പോൾ സെല്ലിംഗ് പ്രൈസ് 120 കിട്ടി. സെല്ലിംഗ് പ്രൈസ് 120 എടുക്കുമ്പം നമുക്ക് ഡിഫറൻസ് ഇൻ പ്രോഫിറ്റ് കിട്ടുന്നത് rupees 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഇൻ പ്രോഫിറ്റ് 1 ആവുമ്പം നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്താവും? 120 by 4 ആവും അല്ലേ, rupees 30 ആവും. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഇൻ പ്രോഫിറ്റ് 85 ആവുമ്പം നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്താവും? 30 മൾട്ടിപ്ലൈഡ് വിത്ത് 85 വിച്ച് ഈസ് ഈക്വൽ ടു 2550. ഈ ഒരു ലോജിക് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ
നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത് കണ്ടതാണ് ₹2550 ആണ്. ഐ ഹാവ് ജസ്റ്റ് ഇറേസ് ദ എൻ്റയർ ആൻസർ. ഐ വിൽ എക്സ്പ്ലെയിൻ യു ദ സീക്വൻസ് ആൻഡ് ദ ലോജിക്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ₹100 ആയിട്ട് അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 കണ്ടുപിടിച്ചു ₹120. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഈസ് 20%. പ്രോഫിറ്റ് 100 രൂപയുടെ പ്രോഫിറ്റ് 20% എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഒബ്വിയസ്ലി ഈസ് ₹120. ഇനി ക്വസ്റ്റൻ എന്ത് തന്നിട്ടുണ്ട്? SP1 ഈസ് ഈക്വൽ ടു SP2 എന്ന് തന്നിട്ടുണ്ട്. SP2 നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? സെയിം വാല്യൂ ₹120. ഓക്കെ, SP2 SP1 കിട്ടി. ഓക്കെ, നൗ CP2 ഈസ് വാട്ട് നീഡ്സ് ടു ബി ഫൗണ്ട് ഔട്ട്. CP1 നമുക്ക് ഇതിൽ നിന്ന് 20% പ്രോഫിറ്റ് വിത്ത് റെസ്പെക്ട് ടു സെല്ലിംഗ് പ്രൈസ് ആണെന്ന് അറിയാം. അപ്പോൾ ആ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ CP1 ₹96 ആണെന്ന് കണ്ടുപിടിച്ചു. സോ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഓർ ഡിഫറൻസ് ഇൻ പ്രോഫിറ്റ് ബിറ്റ്വീൻ ട്രേഡേഴ്സ്, ദ 2 ട്രേഡേഴ്സ്, എത്രയാണ് ആക്ച്വൽ ഡിഫറൻസ്? നമുക്കുള്ള രണ്ടുപേരുടെയും പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കുന്നു, P1ൻ്റെയും P2ൻ്റെയും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 120 മൈനസ് 96ഉം 120 മൈനസ് 100ഉം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ₹20 for the first guy and ₹24 for the second guy. ഓക്കെ, സോ ഡെൽറ്റ P ഈക്വൽ ടു ₹4 ആണ്. വെൻ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 120 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ P 1 ആവുമ്പം ₹1 ആവുമ്പം സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഈക്വൽ ടു 120/4. ഇനി ഡെൽറ്റ P ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ₹85 ആണ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഈസ് ഗോയിങ് ടു ബി 120/4 ഇൻറ്റു 85. സോ ദിസ് ഈസ് 30 ഇൻറ്റു 85 വിച്ച് ഈസ് ₹2550. ഇവിടെ ഞാൻ സ്റ്റെപ്സ് ഡീറ്റെയിൽ ചെയ്തിട്ടില്ല, മൊത്തം ഓവറോൾ ആ ഫ്ലോ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിച്ചതാണ്, എങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതെന്ന്. ദിസ് ഇസ് എ സമ്മറി. ആ ഒരു ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ ദിസ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. IPMAT 2020 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ I hope you understood the concept and the logic and the sequence. Let's move on to the next problem now. So question എന്താണ് തന്നിരിക്കുന്നത് നോക്കാം. Okay, due to an increase of 20% in the price of X, 2x less are available for ₹24. The present rate of X per dozen is equal to എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. IPMAT 2020 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. I'll give you 1 minute and your time starts now. So your time ends now. Let's try to solve this problem. So question എന്താണ് തന്നിരിക്കുന്നത് നോക്കാം. Due to an increase of 20% in the price of X, അതായത് initial, okay, let's assume the initial price is X. So X becomes 1.2x അല്ലേ? Due to an increase of 20% in the price of X, 2x less are available for ₹24. Okay, so let X be the price of 1 egg. Then new price will be equal to എത്രയാണ്? 1.2 times x. കാരണം എന്താണ്? 20% ആണ് ഇൻക്രീസ് ഇൻ പ്രൈസ് ഉള്ളത്. സോ ബൈ പെർസെൻറ്റേജിൽ നമ്മൾ പഠിച്ചതാണ് മൾട്ടിപ്ലയർ എന്താണ്. 20% ഇൻക്രീസ് മീൻസ് ഇറ്റ് ഈസ് 1.2 വിൽ ബി ദ മൾട്ടിപ്ലയർ. 1.2 times x will be the new price of the egg. അങ്ങനെയാണെങ്കിൽ 2x less are available for ₹24 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ ആസ് പെർ ഇനീഷ്യൽ റേറ്റ് നമ്പർ ഓഫ് എക്സ് എത്രയാണ്? നമ്പർ ഓഫ് എക്സ് in ₹24 as per initial rate or the original rate. Let's say original or initial rate. 24 by x അല്ലേ? ₹24 divided by x per egg is going to give you what? Egg മുകളിൽ പോകുമ്പം you will get the number of x, right? Rupees cancels out and you get the value in number of x. എങ്ങനെയാണെന്ന് പറഞ്ഞെന്നുള്ളൂ. So number of x in
ഈക്വൽ ടു എന്താണ് 24/1.2x. സോ ഇത് എന്താണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ന്യൂ റേറ്റ് പ്രകാരം നമ്മൾ വിട്ട് കഴിയുമ്പം ദർ ഈസ് എ ഡിഫറൻസ് ഓഫ് 2x വിച്ച് ഈസ് കമ്മിങ് ഔട്ട് ഹിയർ. സോ നമുക്ക് ഈ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 24/1.2x minus 24/x, sorry, this is just the opposite. 24/x ആണ് larger number അല്ലേ, larger number is 24/x. So 24/x minus 24/1.2x equal to 2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. because you can see, okay, here it is 2x. ഈ ഒരു ഡേറ്റ ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമുല നമ്മൾ എഴുതിയിരിക്കുന്നു. 24/x is your number of x as per your original rate and 24/1.2x is the number of x as per the new rate. അങ്ങനെ ന്യൂ എക്സ് പുതിയ റേറ്റ് വരുമ്പം 2x less are available for ₹24 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരുന്നത്. ആ ഒരു വെർബൽ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. സോ നൗ യു ക്യാൻ സോൾവ് ഫോർ എക്സ് ആൻഡ് യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി സിമ്പിൾ. സോ 24/x. സോ 24/x മൈനസ് എത്രയായിരുന്നു, 24/1.2x equal to 2. So this is 20 അല്ലേ, 1.2. So this is 20, yes. So 24 minus 20 the whole divided by x is equal to 2. So x is equal to 4/2 which is 2. So x എന്താണ്, നമ്മുടെ പ്രൈസ് ഓഫ് എഗ് ആണ്, ₹2 ആണ് ഒറിജിനൽ പ്രൈസ്. പ്രസൻറ്റ് റേറ്റ് ഓഫ് എഗ്സ് പെർ ഡസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്രസൻറ്റ് റേറ്റ് ഓഫ് എഗ്സ്, സോ എക്സ് ഇസ് വാട്ട്, റേറ്റ്, ഒറിജിനൽ റേറ്റ് ഓഫ് എഗ്. ന്യൂ റേറ്റ് എന്താണ്, 1.2 ടൈംസ് എക്സ് ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 1.2 into 2 which is 2.4 rupees. ചാടി കയറി 2.4 ആണ് ആൻസർ എന്ന് അസ്യൂം ചെയ്തത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒറിജിനൽ റേറ്റ് ഓഫ് എഗ് പെർ ഡസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഡസണിൽ എത്ര എഗ് ഉണ്ടാവും, there are going to be 12 eggs per dozen. So 12 into 2.4 which is equal to 24 into 12 is ₹28.8. So this is your overall rate, 28.8 per dozen. Yeah, option A. ₹28.8 ആണ് നമ്മുടെ പ്രസൻറ്റ് റേറ്റ് ഓഫ് എക്സ് പെർ ഡസൺ. പ്രസൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ നമ്മുടെ ന്യൂ റേറ്റ് ഓൺലി. സോ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വെർബൽ സ്റ്റേറ്റ്മെൻറ്റിനെ മാത്തമാറ്റിക്കൽ ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും പിന്നെ സോൾവിങ് ഫോർ എക്സ് ആൻഡ് ട്രിക്കി ആയിട്ട് പെർ ഡസൺ പ്രസൻറ്റ് റേറ്റ് ഓഫ് എഗ് കണ്ടുപിടിക്കുന്നതും. ആ ഒരു ഫ്ലോ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി നോക്കാം, എന്നിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കാം. ദിസ് ഈസ് ഹൗ വി സോൾവ് ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ഈസ് പ്രെറ്റി മച്ച് ഫോർ ദ ഫസ്റ്റ് സെഷൻ ഫ്രം പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഡിസ്കൗണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സെഷനിൽ ഒന്നും കൂടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ്, ലോസ്, ഡിസ്കൗണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാം. ഓക്കെ, അൺടിൽ ദാറ്റ്, ബൈ.